ത്രിഫ്റ്റ് ചെയ്യുന്നവർ എൻ്റെ അടുത്ത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ത്രിഫ്റ്റിലേക്ക് ഇറങ്ങണം, ത്രിഫ്റ്റ് ഐറ്റംസ് ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കുറെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡൽഹിയിൽ നിന്ന് എടുക്കണോ അതോ പാനിപ്പറ്റ് പോകണോ എന്നൊക്കെ. എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പാനിപ്പറ്റ് എന്ന് പറയുമ്പോൾ സത്യം പറയാലോ, വീഡിയോ എടുക്കാനൊക്കെ അടിപൊളിയാണ്, അല്ലാതെ പ്രൊഡക്റ്റ് എടുക്കാൻ അടിപൊളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൽഹിയിൽ ഉള്ളതിനേക്കാളും വിലക്കുറവിൽ കിട്ടും. പക്ഷെ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേലായിട്ട് എടുക്കണം. ബേൽ എന്ന് പറയുമ്പോൾ 10-20 കിലോ, 40 കിലോ, 70 കിലോ അങ്ങനെയൊക്കെ ബേല് കിട്ടുന്നതാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാഭത്തിൽ കിട്ടും. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങളൊരു ജീൻസ് പാൻ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 99% അതിൽ സ്കിൻ ഫിറ്റ് ഉണ്ടാവും, ബാഗി ഉണ്ടാവും, സ്ട്രൈറ്റ് ഫിറ്റ് ഉണ്ടാവും, ലേഡീസ് ഉണ്ടാവും, ഡാമേജ് ഉണ്ടാവും. ലേഡീസിന്റെ മസ്റ്റായിട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുമുണ്ട്. കൂടാതെ അവിടെ വരുന്ന കസ്റ്റമേഴ്സ്, സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ഇതെല്ലാം എടുത്ത് ചെയ്യാൻ കഴിവുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓൺലൈൻ മീഡിയയിൽ നിങ്ങൾ ലേഡീസിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് ഏതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ലാഭമായിരിക്കും, അല്ലെങ്കിൽ അത് നമുക്ക് ലാഭമാക്കിയിട്ട് എടുക്കാൻ പറ്റും. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിപ്പറ്റിൽ ഒരുപാട് പറ്റിക്കലുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം, നിങ്ങളെ വേണം എന്നുള്ള രീതിയിലൊന്ന് കമന്റ് ഇട്ടാൽ മതി. അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫോട് കൂടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നതാണ്. സോ അതുപോലെ തന്നെ ഡൽഹിയിലുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ ഡൽഹിയിലായിരുന്നു കഴിഞ്ഞ കുറേ കാലമായിട്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്, നമുക്ക് സെലക്ട് ചെയ്തിട്ട് പീസ് എടുക്കാൻ പറ്റും. നിങ്ങളൊരു മാക്സിമം ഒരു 10,000-20,000 രൂപയ്ക്ക് മിക്കവാറും ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ബഡ്ജറ്റ് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. സോ ഈ ഒരു ബഡ്ജറ്റ് നമുക്ക് ത്രിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ത്രിഫ്റ്റ് ബിസിനസ്സിലോട്ട് പലരും ഇറങ്ങുന്നത്. അപ്പൊ അതിൽ നല്ല ക്വാളിറ്റി കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ ഡൽഹിയിൽ പോയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇനി ഡൽഹിയിൽ എവിടെ പോയി എടുക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ളൊരു സംശയം. ഡൽഹിയിൽ എന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിൽ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കാറുള്ളതാണ് ഡൽഹിയിൽ എവിടെ പോയി എടുക്കണം എന്നുള്ളത്. അപ്പൊ ഡൽഹിയിൽ ഒരുപാട് മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചാന്ദിനി ചൗക്ക് അല്ലെങ്കിൽ കരോൾ ബാഗ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും പലരും. അങ്ങനത്തെ മാർക്കറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് നാട്ടില് ഈ ചന്ത ഉണ്ടാവുമല്ലോ, പച്ചക്കറി ചന്ത അല്ലെങ്കിൽ അങ്ങനത്തെ ചന്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ ചന്ത ഉണ്ടാവും. ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എക്സാമ്പിൾ ഇപ്പൊ സൺഡേ മാർക്കറ്റ് ഉണ്ടാവും, മൺഡേ മാർക്കറ്റ് ഉണ്ടാവും, ട്യൂസ്ഡേ മാർക്കറ്റ് ഉണ്ട്, വെനസ്ഡേ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ ആഴ്ചയിൽ എല്ലാ ദിവസവും അവിടെ മാർക്കറ്റ് ഉണ്ട്. ഈ വഴിയോര കച്ചവടക്കാര് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എവിടെയാണെന്ന് അവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞുതരും അടുത്ത ദിവസം എവിടെ ഉണ്ടാവുക എന്നുള്ളത്. സോ ഇങ്ങനെ നമ്മൾ അതിന് ഫോളോ ചെയ്തിട്ട് ഒരാഴ്ച നടക്കാൻ, ഇല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റൂം എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ് ഇതെല്ലാം എക്സ്ട്രാ വരുന്നതാണ്. അങ്ങനെ ഒരു 1 വീക്കെങ്കിലും മിനിമം നിങ്ങൾക്ക് നടക്കാൻ കഴിവുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ വരുന്നവര് മറ്റേ താജ്മഹലും കുത്തബ് മിനാറും നടക്കാൻ പോവാത്തവരാണ്, ബിസിനസിന്റെ മൈൻഡ് കൊണ്ട് മാത്രം വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കി എടുത്തിട്ട് വരാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടന്റുകൾ, ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞതുപോലെയുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇനിയും അറിയാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേണം എന്നൊരു കമന്റ് ഇടുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. കാരണം എനിക്ക് അത്രത്തോളം അങ്ങനത്തെ മെസ്സേജുകൾ വരുന്നുണ്ട്, ഇല്ലെങ്കിൽ കോളുകൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സോ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഒരു കമന്റ് ചെയ്യുക.